ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്ക് എ കാർഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. പിക്ക് എ ചാം റീഡിംഗ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പോൾ പൂക്കളൊക്കെ വളരെ കുറവാണ്, പൂക്കൾക്ക് ക്ഷാമമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് 3 ഗ്രൂപ്പിനും അത്രയും ഭംഗിയുള്ള പൂക്കൾ കാണാനായിട്ട് സാധിച്ചില്ല. എനിക്കൊരു കണക്ഷൻ തോന്നുന്ന പൂക്കൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കാർഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ വ്യക്തി ആര്, എന്തിന്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു റൊമാൻറ്റിക് റീഡിംഗ് എന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. ഓക്കെ, പ്രണയത്തിനെ ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു റീഡിംഗ് അല്ല. വരുന്ന വ്യക്തി ആരാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ സുപ്രധാന ഒരു റോൾ വഹിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഇന്റൻഷൻ. അങ്ങനെ ആരാണ് വരുന്നത്, അത് അവരുടെ റോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ, അവർ എന്തിനു വേണ്ടി വരുന്നു, ഇക്കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു പക്ഷെ വരുന്നത് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആയിരിക്കാം. അതങ്ങനെ ആയതുകൊണ്ട് അത് അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന അനുസരിച്ച്. ഓക്കെ, അല്ലാതെ ഞാൻ ഓൾറെഡി ഒരു റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ നിന്നിട്ടല്ല ഈ റീഡിംഗ് ചെയ്യണമെന്ന് ആദ്യമേ പറയാണ്. അപ്പോൾ ഇന്നത്തെ പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. നിങ്ങൾ ഓരോ ഗ്രൂപ്പിന് ഓരോ കാർഡ്സ് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ കാർഡ്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. കാർഡിലെ ചിത്രങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളെ ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന ചിത്രം ഏതാണോ അതാണ് നിങ്ങളുടെ ഗ്രൂപ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ചിലപ്പോൾ ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വാക്കുകളായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അതാണ് നിങ്ങൾ നിങ്ങളുടെ സൈനായിട്ട് എടുത്തിട്ട് ആ ഗ്രൂപ്പാണ് നിങ്ങൾ കാണേണ്ടത്. ഇനി ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ കാർഡിനെ ഇവിടെ വയ്ക്കാം. ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. യെസ്, ഇതിനെ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരാണ്, എന്താണ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1ൽ ഉൾപ്പെടുത്ത കളക്ടീവ്സിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന വ്യക്തി ആരാണ്. ഓക്കെ, 9 ഓഫ് സോർഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. ഈ വ്യക്തി നിങ്ങളെ ടെൻഷൻ ഫ്രീ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്ഡ് ആണെങ്കിൽ, ഒരു ഭയം, ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്കൊരു ഉറപ്പില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഏത് മേഖലയിലാണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയെ സംബന്ധിച്ചാണോ നിങ്ങൾ ഈ ഒരു സ്ട്രെസ്ഡ് ആയിട്ടും ടെൻസ്ഡ് ആയിട്ടും ഒരു ഭയത്തോടെ ഒക്കെ ആയിരിക്കുന്നത്, ആ പെർട്ടിക്കുലർ മേഖലയിൽ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്ന, നിങ്ങളുടെ ഒതന്റിക് സെൽഫിലേക്ക് ആയിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരാൾ. ഈ ഒരു വ്യക്തി യെസ്, യാത്രയുടെ എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ യാത്ര ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടായിരിക്കും. ആ യാത്രയിൽ എത്തിച്ചേരുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾ ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇവരുടെ അറൈവൽ, ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടുകൂടെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ലൈഫ് എൻജോയ് ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്നൊരു മെസ്സേജ് എനിക്ക് കിട്ടുന്നു. ഓക്കെ, സമൺ നിങ്ങളെ ലൈഫ് എങ്ങനെ ആസ്വദിക്കണം എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ടെൻഷനൊക്കെ മാറ്റി അവിടെ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഒക്കെ നൽകി നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മേഖല ഏതാണോ അവിടെ പ്രോഗ്രസ് കൊണ്ടുവന്നുകൊണ്ട് അതേസമയം ലൈഫിനെ എൻജോയ് ചെയ്യാനും നിങ്ങൾ സ്വയം ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഈ വ്യക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലും ക്ലൂസ്? ചിലപ്പോൾ പ്രായത്തിൽ നിങ്ങളെക്കാളും ചെറിയ ആളായിരിക്കാം കേട്ടോ, ഒരു പക്ഷേ. ഓക്കെ, സോറി, ഒരു കാർഡ് നിലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ എന്ന് പറയാൻ കാരണം എനിക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് കിട്ടിയോണ്ടാണ്. അപ്പോൾ ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വയസ്സുകൊണ്ട് നിങ്ങളെക്കാൾ താഴെയുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ വളരെയധികം പക്വതയുള്ള ഒരാൾ. ഓക്കെ, അല്ല എങ്കിൽ
പ്രായം ഉണ്ടായിരിക്കും, ഏജ് വൈസ് നിങ്ങളെക്കാളും മുകളിലായിരിക്കും. എന്നാൽ ആ ഒരു കുറേയും കൂടെ ഒരു യങ്ങർ മൈൻഡ് ഉള്ള ഒരാളാണ്. ഓക്കെ, മെച്ചോർഡ് ആയിരിക്കും, പക്ഷെ ഒരു യങ്ങർ സ്പിരിറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. ഈ ഒരു വ്യക്തി വളരെയധികം എന്താ ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചിന്താഗതിയും കാഴ്ചപ്പാടുള്ള ഒരാളാണ് എന്നാണ് കാണുന്നത്. ഇവരിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തി വളരെ ക്രിയേറ്റീവ് ആണ് എന്ന് കാണുന്നു. നിങ്ങളെ ഒരുപാട് ഒരു പ്രൊട്ടക്റ്റീവ് എനർജി എനിക്ക് ഇവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന പല പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസിൽ നിന്നെല്ലാം അതിനെക്കുറിച്ച് മുന്നേ കൂട്ടി നിങ്ങൾക്ക് വാർണിംഗ് തരുന്നുണ്ട് ഇവര്. ഓക്കെ, അപ്പൊ ഇവരുടെ ഒരു പ്രസൻസ് മോർ ലൈക്ക് ഒരു എന്താ പറയാ, ഒരു ഫ്രണ്ട് എനർജി അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞപ്പോൾ കണ്ട സമയം 0606 ആണ്. 0606 0303 ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ റീഡിംഗ് കാണുന്നതിന് മുൻപ് 24 മണിക്കൂറിനുള്ളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ റീഡിംഗ് കണ്ടു കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ഈ നമ്പേഴ്സ് കാണുന്നുണ്ടാവും. അത് കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ് നിങ്ങൾ റൈറ്റ് ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ അവർ ഒരു പ്രൊട്ടക്ടർ എനർജിയാണ് അവർക്ക് നിങ്ങളുടെ ലൈഫിൽ. അവരുടെ റോൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, നിങ്ങളെ ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്താണെന്ന് അവർ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ പല പെയിൻഫുൾ, നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കാവുന്ന പല അനുഭവങ്ങളിൽ നിന്നും ഇവർ വന്നതിന് ശേഷം, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളെ അവർ പ്രൊട്ടക്ട്, നിങ്ങൾക്ക് വാർണിംഗ് അവർ ഡെഫിനറ്റ്ലി തരും. അവരാണ് നിങ്ങളെ അറിയിക്കുക, ഇത് വേണ്ട, ഇത് ശരിയല്ല എന്നുള്ളത്, ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ പോലും ഇവരാണ് നിങ്ങളെ ഒരു എന്താ പറയാ വാൺ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു ആസ്പെക്ട് ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇവർ വളരെ ഒബ്സർവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണുന്നു. അപ്പൊ ഇവരാണ് അത് നിങ്ങളെ അറിയിക്കുക. ഓക്കെ, ഒരു ഗാർഡിയൻ ഏഞ്ചൽ എനർജിയാണ്. ഒരു ആ ഒരു ലെവൽ ഓഫ് ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ജ്ഞാനം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാക്കി തരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ട്രൂ വാല്യൂ, ഓക്കെ, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ, സ്പിരിച്വൽ അവേക്കനിങ്ങിൽ ഒരുപാട് ഈ വ്യക്തി സഹായിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു ഹൂ യു ആർ, ഓക്കെ, നിങ്ങൾ ആരാണ്, നിങ്ങൾക്കുള്ള ശരിയായ കഴിവുകൾ, നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യലി നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിയുടെ ഗൈഡൻസ് അല്ലെങ്കിൽ സഹായത്തോടൊക്കെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി പുറത്തു വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഈ വ്യക്തി നിങ്ങൾക്ക് അതിനുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഗൈഡൻസസ് ഒക്കെ നൽകുന്നുണ്ട്. ഇവരുടെ വരവോടെ നിങ്ങളുടെ ലൈഫിൽ കുറേം കൂടെ പീസ്ഫുൾനെസ് ഉണ്ടായിരിക്കും. നിങ്ങൾ കുറേം കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കും എന്ന് കാണുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിയുടെ വരവോടെയാണ് ഉണ്ടാവുന്നത്. കുറേ കൂടെ പീസ്ഫുൾനെസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സമാധാനം നിറഞ്ഞൊരു സന്ദർഭത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്കൊരു ഹീലിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു എന്താ പറയണ്ടേ, ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് കൊണ്ടുവരുന്നത് ഈ വ്യക്തിയാണ്. അവരിലൂടെയാണ് അത് സംഭവിക്കുന്നത് എന്ന് കാണുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പാനിയൻ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഒരു ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു കമ്പാനിയൻ എന്നുള്ളത് ചിലപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ലേബൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവരെപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗാർഡിയൻ എനർജി അതും നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഗൈഡ് ചെയ്യാൻ അവരുണ്ടായിരിക്കും. അവര് ചിലപ്പോൾ അത് ഗൈഡ് ചെയ്യണം എന്ന ഉദ്ദേശത്തിലായിരിക്കില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരിങ്ങനെ അത് ശ്രദ്ധിക്കണം കേട്ടോ, ഇതെങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാത്ത ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വാർണിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ.
അങ്ങനെ അനാവശ്യമായിട്ടുള്ള ചാലഞ്ചസും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി ലൈഫിൽ കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് വളരെ സമാധാനം നിറഞ്ഞൊരു ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാനും സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗ് ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി. നമുക്ക് നോക്കാം എന്തിനു വേണ്ടിയാണ് ഈ വ്യക്തി ഗ്രൂപ്പ് 1ന്റെ ലൈഫിലേക്ക് വരുന്നത്, എന്താണ് അവർ വരുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം, യൂണിവേഴ്സ് എന്തിനാണ് അവരെ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കിച്ചു തരാൻ എന്ന് കാണുന്നു. നിങ്ങൾ എന്താണ് അർഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് വാല്യുബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിച്ചു തരാൻ. പേഷ്യൻസ്, ഓക്കെ, അതായത് പേഷ്യൻസ് എന്താണെന്ന് പഠിപ്പിക്കുക, ക്ഷമ എന്താണെന്ന് പഠിപ്പിക്കാനും ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസസും ഷെയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ പേഷ്യൻസിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് കൊണ്ടുവരുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ശരിയായ ആക്ഷൻസ് എന്ന് നിങ്ങൾക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നത് ഈ വ്യക്തിയിലൂടെയാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് കുറെ കൂടെ ഓർഗനൈസ്ഡ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കുറെ കൂടെ പേഷ്യൻസ്, ആ ഒരു പേഷ്യൻസ് എനർജിയിലാവുന്നു. പ്രസന്റ് മൊമെന്റിൽ നിങ്ങളാകുന്നു. നിങ്ങളിൽ കാര്യമായ ഒരു മെച്യൂരിറ്റി വൈസ് കാര്യമായ ഒരു അപ്ഗ്രേഡ് നടക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ പ്രസൻസോട് കൂടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ബിലീഫ്സ്, ഓക്കെ, അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനും അതെന്താണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനും ഈ വ്യക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. വളരെയധികം ഒരു ജോബ് റിലേറ്റഡ് എനർജി എനിക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ് എനർജി എനിക്ക് കിട്ടുന്നു. അപ്പൊ ചിലപ്പോൾ ആ ഒരു മേഖലയിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ വ്യക്തിനെ പരിചയപ്പെടുന്നത്. ഓക്കെ, പുതിയ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു എന്ന് കാണുന്നു. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് പുതിയ ജോലിക്ക് കയറിയിട്ട് അതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങൾ എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളോ പഠിക്കുമ്പോൾ അതിലൂടെ ആയിരിക്കാം ഈ വ്യക്തിനെ നിങ്ങൾ പരിചയപ്പെടുന്നത്. അവർ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിട്ട് കാണുന്നു. അതായത് പഠിപ്പിക്കുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതായത് എന്തോ ഫിസിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ കാര്യങ്ങളൊക്കെയാണ്, സ്കിൽ, നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള അതിനു വേണ്ടിയിട്ടുള്ള പഠനം എന്നാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളെ ലൈഫിൽ കൂടുതൽ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആവുന്നതിന്, ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഓക്കെ അത് വരുന്ന പോലെ സ്വീകരിക്കുന്നതിനും ആ ഒരു ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കുന്നതിനും നിങ്ങൾ കുറേയും കൂടെ ലൈഫ് എന്താ പറയണ്ടേ ലൈഫിൽ ഒരു ക്രിയേറ്റീവ് ആയിരിക്കുന്നതിനും ഒക്കെ ഈ വ്യക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരിലൂടെയാണ് നിങ്ങൾ ഇതൊക്കെ ഈ ഒരു നിങ്ങൾക്ക് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഇവർ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, 4 of Wandsന്റെ എനർജി ഇവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനൊക്കെ ഇവർ നിങ്ങളെ സഹായിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് അതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതുവരെ നിങ്ങൾ പരീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്, ശ്രമിച്ചു തുടങ്ങുന്നുണ്ട്. അങ്ങനത്തെ എനർജി ഒക്കെ എനിക്ക് കിട്ടുന്നു. ഓക്കെ, വാവ്, ഡെസ്റ്റിൻഡ് പാർട്ട്ണർ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അത് പക്ഷെ വളരെ ട്രിക്കി ആയിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞത്. നേരിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ വരുന്നു അങ്ങനെയല്ല പറയണം. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളെ എന്താ പറയാ നിങ്ങളെ പ്രണയം എന്താന്ന് പഠിപ്പിക്കാനും നിങ്ങളെ പ്രണയിക്കാനും അങ്ങനെ അത് ഉണ്ട് ഇല്ല എന്നല്ല. അത് മാത്രല്ല നിങ്ങളിൽ കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളില് വരേണ്ട ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓക്കെ വരുന്നത്, ഒരു ഹെൽത്തി അപ്ഗ്രേഡ് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇവരുടെ പ്രസൻസിലൂടെ ആണെങ്കിൽ ഇവരുടെ ഒരു വരവോടെയാണ്. നിങ്ങൾ കുറേയും കൂടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് വരുന്നുണ്ട്, നിങ്ങൾ കുറേയും കൂടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. അവര് വളരെയധികം നിങ്ങളെ അപ്പൊ അവരുടെ ആ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു പക്ഷേ
ഇവരെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഈ വ്യക്തിയുടെയാണ് നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് എന്താ പറയാ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ലൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതായത് നിങ്ങൾ ആ ഒരു രീതിയിലായിരിക്കില്ല അവരെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് ഒന്നും അങ്ങനെ ആയിരിക്കില്ല. ആ ഒരു അട്രാക്ഷൻ തോന്നിയാൽ തന്നെയും ഒരു എന്താ പറയാ അതിനപ്പുറമാണ് ഈ റിലേഷൻ. ഇതൊരു ബ്യൂട്ടിഫുൾ കണക്ഷൻ ആണ്, വളരെയധികം സ്പിരിച്വൽ ആണ് എന്ന് കാണുന്നു. ഞാൻ ചോദിച്ച കൺഫർമേഷൻ ആണ് ഏസ് ഓഫ് കപ്സ്, അതാണ് ഞാൻ അത്രയും ഉറപ്പിച്ച് പറയുന്നത്. ഞാൻ കേട്ടത് യു ആർ ലേണിംഗ് സംതിങ് ന്യൂ. അപ്പൊ പുതിയതായി എന്തോ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇവരിലൂടെ. ഓക്കെ, ഇവര് നിങ്ങളെ കാര്യങ്ങള് കുറേയും കൂടെ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് എനർജി, ഇൻറ്റ്യൂട്ടീവ് പവറിലേക്ക് ട്യൂൺ ചെയ്യുന്നതിനും അതിൽ ഫോക്കസ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾ വേണമെങ്കിൽ ഓൾറെഡി ഒരു കീൻ ഒബ്സർവേഷൻ ഉള്ള ഒരാളായിരിക്കാം. പക്ഷെ അതിലേക്ക് കൂടുതൽ ടാപ്പ് ഇൻ ചെയ്ത് അത് ഉപയോഗിച്ച് ലൈഫിൽ മുന്നോട്ട് പോകുന്നതിനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത് ഇവരുടെ ആ ഒരു ഗൈഡൻസ്, ഇവരുടെ പ്രസൻസിലൂടെയാണ്. ഇവര് നിങ്ങൾ അതിന് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ട്രൂ പവർ, നിങ്ങളിലുള്ള ഒരു കീൻ ഒബ്സർവേഷൻ, ഇൻറ്റ്യൂഷൻ തുടങ്ങിയ നിങ്ങളുടെ ട്രൂ പവർ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാനും അത് ഉപയോഗിച്ചുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകാനും നിങ്ങൾ ആ ഒരു കോൺഫിഡൻസോട് കൂടെ അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നത് ഇവരുടെ വരവോടെയാണ്, ഇവർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതോടെയാണ്. ഓക്കെ, നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജിയിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തിയുടെ അറൈവലോട് കൂടെ, അല്ലെങ്കിൽ ഇവര് വരുന്നത് തന്നെ ആ ഒരു സ്റ്റാഗ്നൻസിയിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഹീലിംഗ്, സ്ട്രോങ് ഹീലിംഗ് എനർജി ഉണ്ട്. ഒരു സെപ്പറേഷൻ എനർജി കാണുന്നു, പക്ഷെ ഇവിടെ പറഞ്ഞ പോലെ ഹീലിംഗ് എനർജി ഉണ്ട്. കണ്ടു, സ്റ്റാറും 3 of Swords വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ഹീൽഡ് ആകുന്നുണ്ട്, നിങ്ങളിൽ ഒരു കാര്യമായി ഹീലിംഗ് സംഭവിക്കുന്നു. നിങ്ങൾ ഭാവിയെക്കുറിച്ച് കുറേം കൂടെ ഒരു വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ ഇതൊരു സെപ്പറേഷൻ എനർജി എൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് വീണ്ടും ഡിവൈൻ കൗണ്ടർ പാർട്സിനെ കിട്ടിയിട്ടുണ്ട്. മുന്നത്തെ സ്പ്രെഡിലും കിങ് ആൻഡ് ക്യൂൺ ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ സ്പ്രെഡിലും കിങ് ആൻഡ് ക്യൂൺ ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ എനർജി. ഓക്കെ, അപ്പൊ ഇവിടെ ആ ഒരു യൂണിയൻ ആണ് സംഭവിക്കുന്നത്. അവർ ഓൾറെഡി വരുന്നത് കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയിലാണ് എങ്കിൽ നിങ്ങളെ ക്യൂൺ ഓഫ് പെന്റക്കിൾസ് എനർജിയിലേക്ക് എത്തിക്കുന്നത് അവരിലൂടെയാണ്. അവരുടെ ഇന്ററാക്ഷൻസ്, അവരുമായിട്ടുള്ള നിങ്ങളുടെ ഇന്ററാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ, അവരുടെ ആ ഒരു സഹവാസം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരുടെ ഇൻഫ്ലുവൻസിലാണ് നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ്ലി ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയിലേക്ക്, അതായത് ആ ക്യൂൺ ഓഫ് പെന്റക്കിൾസ് എനർജിയിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത് അവരിലൂടെയാണ്. അപ്പൊ അതിനെന്തൊക്കെ മാറ്റം നിങ്ങളിൽ സംഭവിക്കണോ ആ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അവരാണ്. ദേ ആർ ദ സൺ, നിങ്ങളുടെ ലൈഫിലെ സൺ ആണ് ഈ വ്യക്തി. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ പവർ, നിങ്ങൾ എന്താണ് കേപ്പബിൾ ആയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കി തരുന്നത്, ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്നത് ഈ വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും, അതായത് നിങ്ങൾ ഒരുപാട് നിങ്ങളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഇവിടെ മാറുന്നത്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ സ്കിൽസ് എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത്, ഒരുപക്ഷെ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ തിരിച്ചറിയുന്നത് ഈ വ്യക്തിയുടെ പ്രസൻസ്, ഇവർ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ്. നിങ്ങളിപ്പോൾ ചെയ്യാത്ത പല കാര്യങ്ങളും, ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ വരവിന് ശേഷം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒരുപാട് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. വണ്ടർഫുൾ എനർജി. ഓക്കെ, ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ലവ് റൊമാൻസ് മാത്രമല്ല ഇത്, ഇവിടെ ഒരു ഗ്രോത്തും സംഭവിക്കുന്നുണ്ട്. റൈറ്റ് പാർട്ട്ണർ, ശരിക്കും എപ്പോഴും ഒരു ഹെൽത്തി പാർട്ട്ണർഷിപ്പിൽ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. ഒരു അപ്ഗ്രേഡ് ആ വ്യക്തികൾക്കും ഉണ്ടാവണം. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ ഓൾറെഡി ആ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടാണ് വരുന്നത്. നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്, നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനും കൂടിയിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ കുറേ കൂടെ മെച്ചോർ ആകുന്നു, നിങ്ങൾ കുറേ കൂടെ ഗ്രൗണ്ടഡ് ആകുന്നു, നിങ്ങൾ കുറേ കൂടെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കഴിവുകളെ മൊത്തം, അതിനെക്കുറിച്ചൊക്കെ മൊത്തം അവയർനെസ്സോട് കൂടെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവരുടെ ആ ഒരു പ്രസൻസിൽ, ഇവരുടെ സഹായത്തോടെ. ഓക്കെ, ബ്യൂട്ടിഫുൾ എനർജി. അപ്പോൾ ഇപ്പൊ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഏതൊരു ടൈം ഫ്രെയിമിലാണ് ഇവര് വരാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് ഈ ഒരു വ്യക്തി ഗ്രൂപ്പ് 1 ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധ്യത? ഓക്കെ,
നമുക്ക് 2 ടൈം ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ബൈ നെക്സ്റ്റ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നു. അതായത് ഇപ്പൊ തുടങ്ങി അടുത്ത ചന്ദ്രഗ്രഹണത്തിന്റെ ഉള്ളില്. ചിലരുടെ ലൈഫിൽ ഈ വ്യക്തി വരുന്നത് ഇപ്പൊ തുടങ്ങി അടുത്ത ചന്ദ്രഗ്രഹണത്തിന്റെ ഉള്ളിലാണ്. ചിലരുടെ ലൈഫിൽ ഈ വ്യക്തി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇപ്പോൾ തുടങ്ങി ഒരു നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ് ടൈമിൽ. അപ്പൊ നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ് ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്താണ് നിങ്ങൾ റീഡിംഗ് കാണുന്നതെങ്കിൽ December 13th 2026 തൊട്ട് April 13 2027 വരെയാണ് നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ്. അപ്പൊ ആ ഒരു April 13 2027 ഉള്ളിൽ സ്പെസിഫിക്കലി ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങി April 13 2027 ഉള്ളിൽ, അല്ലെങ്കിൽ December 13 to April 13 ഉള്ളിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഫോർ സം മൂന്നാമത്തെ ഒരു സിനാരിയോ എനിക്ക് കിട്ടുന്നത്, ഇത് നിങ്ങളുടെ എനർജി, നിങ്ങൾ എവിടെയായിരിക്കും, നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ട സെൽഫ് ഗ്രോത്ത് ജേർണിയിൽ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എത്രത്തോളം അലൈൻഡ് ആണ് എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചാണ് ഈ സമയത്തില് വ്യത്യാസം വരിക. ഓക്കെ, ചിലർക്ക് നെക്സ്റ്റ് ലൂണാർ എക്ലിപ്സ് എപ്പോഴാണോ അപ്പൊ തുടങ്ങി ആ ടൈം തുടങ്ങിയിട്ട് പിന്നെ വരുന്ന നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ്, അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടൈം ഫ്രെയിംസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമ്മൾ ഇനി ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കുകയാണ്. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? കാർഡുകളൊക്കെ പറന്നു പോകുന്നു. ഓക്കെ, ഞാൻ ഈ കാർഡുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് ആദ്യം തന്നെ വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ്, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഇവിടെ ഉണ്ടാകും. സ, ങ, ഭ, ഥ, ഇൽ, റ, ന, ഷ, ഖ, ഠ, ഇൻ, ഖ, ഗ, ദ, ത, ഛ, ഥ, ക, ർ, ഇ. ഓക്കെ, ഇത്രയും ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആൽഫബറ്റ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജന്മനക്ഷത്രങ്ങൾ നോക്കാം. ചോതി, തിരുവാതിര, മൂലം, ചതയം, മകൈരം, ചിത്തിര, രേവതി. ഇനി നമുക്ക് മാസവും കിട്ടിയിട്ടുണ്ട്, സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസവും സോഡിയാക് സീസണും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഈ പറഞ്ഞ ഈ വ്യക്തി വരുന്ന സമയം ഉണ്ടല്ലോ, ഇതായിട്ട് വളരെ കണക്റ്റഡ് ആണ് അത്. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. നേരത്തെ കിട്ടിയ ടൈം ഫ്രെയിമും ഈ ഒരു പെർട്ടിക്കുലർ കിട്ടുന്ന മാസം ഏതായിക്കോട്ടെ അതും സോഡിയാക് സീസൺ അതും ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടെ അക്യുറേറ്റ് ആയിട്ട് ആ ഒരു ടൈം ഫ്രെയിം മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. തുലാമാസം കിട്ടിയിട്ടുണ്ട്. തുലാമാസം വരാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ തുലാമാസം എന്ന് പറയുമ്പം ഈ പറയുന്ന ജൂപ്പിറ്റർ റെട്രോഗ്രേഡിന്റെ ഉള്ളിൽ എന്നുള്ളത്, ഇപ്പൊ തുടങ്ങി ജൂപ്പിറ്റർ റെട്രോഗ്രേഡിന്റെ ഉള്ളിൽ എന്നുള്ളതിന് കറക്റ്റ് ആണ്. അതേപോലെ തന്നെ തുലാം രാശി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുലാം മാസം വളരെയധികം സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ കിട്ടിയിട്ടുള്ളത് കുംഭം രാശിയാണ്. അത് അടുത്ത വർഷത്തിലേക്ക് കടക്കും. ഓക്കെ, ഇനി നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട്. 2, 5, 7, 8, 9, 11, 13, 14, 17, 18, 22, 24. ഓക്കെ, ഇത്രയും തീയതികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അഗെയിൻ ഈ തീയതികളിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം കേട്ടോ. അതൊരു കൺഫർമേഷൻ ആണ്, നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ്
1 ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാർഡിനെ ഇവിടെ വയ്ക്കുന്നു. ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി ആരാണ്, എന്തിനാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആരാണ് എന്നുള്ളത്, എന്തിന് അവരുടെ ആ ഒരു എനർജി ഓക്കെ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 1 ജീവിതത്തിലേക്ക് ഗ്രൂപ്പ് 2 ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി. ഓക്കെ, എംപ്രസ് കാർഡാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്, വളരെ ലവിങ് കെയറിങ് ആയിട്ടുള്ള പേഴ്സൺ. നിങ്ങളുടെ അവരുടെ ഇടയിൽ നല്ലൊരു ബോണ്ടിങ് കാണുന്നുണ്ട്. ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് ആയിരിക്കാം, പാർട്ട്ണർഷിപ്പിന്റെ ബോണ്ടിങ് ആയിരിക്കാം. ഏതായാലും അത് വളരെയധികം ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള എന്താ പറയണ്ടേ, പരസ്പരം നിങ്ങൾ കമ്പാറ്റബിൾ ആയിരിക്കും എന്ന് കാണുന്നു. ഓക്കെ, ഫ്രണ്ട്സ് എന്ന രീതിയിലായിക്കോട്ടെ, പാർട്ട്ണർ എന്ന രീതിയിലായിക്കോട്ടെ, നമുക്ക് ക്ലിയറിറ്റി കിട്ടിയിട്ടില്ല ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഈ വ്യക്തി വളരെയധികം ഒരു കെയറിങ് ലവിങ് പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളോട് വളരെ സോഫ്റ്റ് ആയിരിക്കും എന്ന് കാണുന്നു. വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് കാണുന്നുണ്ട്. ഈ ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വളരെ കീൻ ഒബ്സർവർ ആണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ട് വളരെയധികം ഒബ്സർവ് ചെയ്ത് പറയാത്ത കാര്യങ്ങൾ നിങ്ങളെല്ലാം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവരെ പറയാതെ തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും അവർ മനസ്സിലാക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പൊ എല്ലാം ഇങ്ങനെ അവരോട് നിങ്ങൾക്ക് കൺവേ ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പൊ നല്ല ഒരു ബോണ്ടിങ് നിങ്ങളുടെ ഇടയിൽ ഞാൻ ഓൾറെഡി കാണുന്നുണ്ട്. സോൾമേറ്റ് എനർജി തന്നെയാണ്, അത് സോൾ ഫാമിലി മെമ്പർ തന്നെയാണ്. അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ വ്യക്തിക്ക് ഒരുപാട് അറിവുള്ള ഒരാളാണെന്ന് കാണുന്നു. ഒരു മെന്റർ എനർജി എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു മെന്റർ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സ്പേസിലായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ ഈ വ്യക്തിനെ മീറ്റ് ചെയ്യുന്നത്. നിങ്ങളെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കാം, എക്സ്പീരിയൻസസ് കൂടുതലുള്ള ആളായിരിക്കാം. നിങ്ങളുടെ ഒരു മെന്റർ എനർജിയാണ് എനിക്ക് ഈ വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കണേ. ഓക്കെ, അപ്പൊ അവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് നേടാൻ ഇടവരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ആ അറിവുകൾ ഫോളോ ചെയ്ത് അത് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ലൈഫിലും ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വഴി കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡിപ്പെൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു മെന്റർ എനർജിയിലാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇഫ് യു ആർ സിംഗിൾ, ഈ വ്യക്തിനെ തന്നെയാണ് നിങ്ങൾ മാരി ചെയ്യാനും നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടും ഈ സെയിം ആൾ തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ഇവർ തന്നെയാണ്. ആ ഒരു എനർജി നമുക്ക് ഫസ്റ്റ് തൊട്ടേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനതിനെങ്ങനെ എല്ലാം അങ്ങനെ റൊമാൻറ്റിക് എനർജിയിലല്ല എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ പിടിവാശി പിടിച്ചപ്പോൾ ആണ് യൂണിവേഴ്സ് അതിനെ മറികടന്നുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും കൺഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിന് ഇവിടെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ്, മാരീഡ് ആണെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മെന്റർ ആയിരിക്കും. അതിനപ്പുറം ഒരു ഫാമിലി മെമ്പർ എന്നുള്ള ഒരു കണക്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക. ഓക്കെ, ഒരു ഫാമിലി ഫ്രണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിങ്ങളുടെ ഫാമിലി പോലെ തന്നെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആകുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മെന്റർ. അതേസമയം അത്രയും ആ ലെവൽ ഓഫ് ഒരു അടുപ്പം വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി നമ്മുടെ സ്വന്തം പോലെ ആകുക എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് ബന്ധുക്കളെ പോലെ നമ്മുടെ രക്തബന്ധത്തിലുള്ള അതേ ആളുകളുടെ ഒരു എന്താ പറയണ്ടേ അടുപ്പം അവരോട് വരാന്ന് പറയുമ്പോൾ അത്രയും ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിലുണ്ട്. അങ്ങനത്തെ ഒരു കണക്ഷനാണ് എനിക്ക് കാണുന്നത്. ഈ വ്യക്തി ഡെഫിനറ്റ്ലി വളരെ ഒരു ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയിലുള്ള ഒരാളാണെന്ന് കാണുന്നു. എസ്പെഷ്യലി ഈ വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണെങ്കിൽ ഇത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റും കൂടിയാണ്. ഓക്കെ, ഇവർ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റും കൂടിയാണെന്ന് കാണുന്നുണ്ട്. ഹൈലി ഇൻറ്റ്യൂറ്റീവ് ആണ് ഈ വ്യക്തി.
അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കാം എന്നുള്ള ചിന്തകൾ വേണ്ട. എത്രയും ഓണസ്റ്റ് ആയിരിക്കുന്നു അത്രയും നല്ലതാണ് ഈ റിലേഷൻഷിപ്പിന്. കാരണം നിങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഒരു പക്ഷെ നിങ്ങൾക്ക് മുൻപരിചയമുള്ള ഒരാളായിരിക്കാം ഈ വ്യക്തി എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, നിങ്ങൾ മുന്നേ ഒരു കണക്ഷൻ, ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഞാൻ കാണുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷെ ഒരു മുൻപരിചയം, ഓക്കെ, ചിലപ്പോൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ. പക്ഷെ ഇനി അവർ കടന്നു വരുമ്പോഴാണ് നിങ്ങളുടെ അവരുടെ ഇടയിലുള്ള ആ റിലേഷൻഷിപ്പ്, ആ ഒരു ബോണ്ട് സ്ട്രോങ് ആവുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി സോൾമേറ്റ് ആണ്. ആ ഒരു സോൾമേറ്റ് എനർജി ഉണ്ട്. ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫിലും ഈ പറഞ്ഞ പോലെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഡെസ്റ്റിൻ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലും ഇവർ നിങ്ങളുടെ മെന്റർ ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു പരിചയം ഇല്ലെങ്കിൽ പോലും ഇവരെ കാണുമ്പോൾ കുറേ നാളായിട്ട് അറിയുന്ന ഒരാള്, നിങ്ങൾ അത് പറയുകയും ചെയ്യും, ഒരുപാട് നാളായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് ഇവരോട് ഉണ്ടായിരിക്കും, അവർക്ക് തിരിച്ചും ഉണ്ടായിരിക്കും. അത് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷന്റെ ആ സോൾമേറ്റ്, ഒരേ ഫാമിലി, സോൾ ഫാമിലിയിൽ പെട്ടതുകൊണ്ടുള്ള ആ ഒരു അതിന്റെ ഒരു കൺഫർമേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഡിസ്റ്റൻസ്, ഇപ്പൊ നിങ്ങളിൽ നിന്ന് ഫിസിക്കലി ഡിസ്റ്റൻസിൽ ഉള്ള ഒരാളാണ് എന്ന് കാണുന്നു. വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരുപാട് അറിവുകളുള്ള ആളാണ്. കാരണം അവരെപ്പോഴും ഇങ്ങനെ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ഒരു അറിവുകളുള്ള ഒരാളാണ് എന്ന് കാണുന്നു. അവരവരുടെ ഒതന്റിക് സെൽഫിൽ തന്നെയാണ് ഇപ്പോൾ ആയിരിക്കുക. ഓക്കെ, നിങ്ങൾ കാണുന്നതാണ് അവരുടെ ട്രൂ സെൽഫ്. അവർ നിങ്ങളിൽ നിന്നൊന്നും ഹൈഡ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. അപ്പൊ ആ ഒരു പീപ്പിൾ പ്ലീസിങ് എനർജി ഒന്നും ഇല്ല എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഓക്കെ, ഇനി അഥവാ ടെൻഷൻ ഉണ്ടെങ്കിലൊക്കെ തന്നെ അതൊന്നും അവരെ എഫക്ട് ചെയ്യില്ല. ഓക്കെ, എത്ര ആൻഷ്യസ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും അത് അവരെ എഫക്ട് ചെയ്യില്ല എന്ന് കാണുന്നു. അവർ എത്ര ചാലഞ്ചിങ് സിറ്റുവേഷനിലും ആ ഒരു മനസ്സിന് അത്രയും ധൈര്യം കൊടുത്ത് ആത്മവിശ്വാസത്തോടെ അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഇവരിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു ഫെമിനിൻ എനർജി വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, അതായത് വളരെ ആ ഒരു ഡീപ്പ് കെയർ, കംഫർട്ട്, ആ ഒരു സപ്പോർട്ട്, കമ്പാഷൻ, ലവ്, ഇതൊക്കെ നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യും. വളരെ കെയറിങ് ആയിരിക്കും, നിങ്ങളോട് വളരെയധികം കെയറിങ് ആയിട്ടുള്ള വ്യക്തിയാണ്. വളരെ പക്വതയുള്ള ഒരാളാണ് എന്ന് കാണുന്നു. ഹൈലി മെച്ചുവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ വളരെ ഓപ്പൺ, ക്ലിയർ, ട്രാൻസ്പാരന്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അവർക്കെല്ലാം തുറന്ന് പറഞ്ഞ് ശീലമുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഓണസ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. സ്ട്രോങ് ബൗണ്ടറീസ് ഉണ്ടായിരിക്കും ഇവർക്ക്. വളരെ കോൺഫിഡന്റ് ആണ്, വളരെയധികം ആത്മവിശ്വാസം ഉള്ള ഒരാളാണ്. അവർക്ക് എന്തൊക്കെ സാധിക്കും, അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുള്ള ഒരാളാണ്. കുറച്ച് ഒരു പൊതുവേ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അങ്ങനധികം എക്സ്പ്രസ് ചെയ്യാത്ത, ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളായിരിക്കും. പക്ഷെ നിങ്ങളുടെ അടുത്ത് ആണ് അവരുടെ ആ ഒരു സോഫ്റ്റ് സ്വീറ്റ് സൈഡ്. നിങ്ങൾക്ക് മാത്രം അതിനോട് അക്സസിബിലിറ്റി ഉണ്ടാകുള്ളൂ. ഓക്കെ, ഈ വ്യക്തിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമായിരിക്കും, അതും കാണുന്നുണ്ട്. യാത്രകളോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് കാണുന്നു. പിന്നെ അവരൊരുപാട് ചാലഞ്ചസിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും പിന്നെ ബാക്കി അറിവുകൾ എല്ലാത്തിലും വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ മുകളിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മെന്റർ എന്ന രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, ജീവിതത്തിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഗൈഡൻസ് ലഭിക്കുന്നതിനും കരിയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഗൈഡൻസ് ലഭിക്കുന്നതിനും ഈ വ്യക്തിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. കാരണം ഇവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇവരുടെ ഒരു പ്രസൻസോട് കൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, വ്യക്തത കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കേണ്ടത്, എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കഴിവ് എന്താണ്, അതായത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം, അങ്ങനെ ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, എന്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായൊരു ലക്ഷ്യബോധമൊക്കെ ഈ വ്യക്തിയാണ് ഉണ്ടാക്കി തരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി എന്തിനാണ് ഈ ഒരു വ്യക്തി ഗ്രൂപ്പ് 2ന്റെ ലൈഫിലേക്ക് വരുന്നത്? നിങ്ങളിലും ആ ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാക്കിയെടുക്കുന്നതിനും നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബൗണ്ടറി നിങ്ങളുടെ ലൈഫിൽ എന്താ പറയാ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും നോ പറയേണ്ടവർക്ക് നോ പറഞ്ഞ് ശീലിപ്പിക്കുന്നതിനും ആ ഒരു ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു തരത്തിലുള്ള ചേഞ്ച് നിങ്ങളിൽ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഇല്ലാത്തതും അതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രോങ് ബൗണ്ടറീസ് ഉള്ളതായിട്ട് കാണുന്നില്ല, നോ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്,
അതുപോലെ നിങ്ങൾ പരമാവധി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോവാം എന്നുള്ള ഒരു എനർജിയാണ്. ഓക്കെ, എന്തിനാണ് ഇപ്പൊ അങ്ങനത്തെ പറയണത്, ഒരു കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് ആവാലോ, അങ്ങനത്തെ ഒരു എനർജി. പക്ഷെ അത് എപ്പോഴും അത് വർക്കൗട്ട് ആവില്ല. ആ സമയത്ത് അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ പെരുമാറും, ഇൻസൾട്ട് ചെയ്യുന്ന പോലെയോ ഒക്കെ ജഡ്ജ്മെന്റൽ ആയിട്ടോ ഒക്കെ പെരുമാറും. അതിന് അനുവദിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി ആ സ്ട്രോങ് ബൗണ്ടറി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെയൊക്കെ സംസാരിച്ചുകൂടാ എന്നുള്ളത് ചുറ്റുമുള്ളവർക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ആ എനർജിയിലേക്ക് നിങ്ങൾ മാറണം. അപ്പോഴാണ് നിങ്ങളൊരു ട്രൂ ലീഡർ ആവുന്നത്. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നത് ഇവരുടെ പ്രസൻസിലൂടെയാണ്. ഒരുപാട് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പല കാഴ്ചപ്പാടുകളും പല അഭിപ്രായങ്ങളും ഒക്കെ മാറി മറിയുന്നത് ഇവരുടെ ഒരു പ്രസൻസിലാണ്. ഇവർ നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു സെൽഫ് റെസ്പെക്ട്, ഓക്കെ, ട്രൂ സെൽഫ് റെസ്പെക്ട് എന്താണ്, ആ സെൽഫ് റെസ്പെക്ട് ഉള്ളൊരു വ്യക്തി എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഒരു വ്യക്തത ഇവരിലൂടെയാണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങൾ എന്തർഹിക്കുന്നു, നിങ്ങൾ എന്തർഹിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു ബോധ്യം നിങ്ങൾക്ക് ഇവരിലൂടെയാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ വളരെയധികം നിങ്ങളിൽ സെക്യൂർ ആവുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അത് എത്ര ചാലഞ്ചിങ് ആണെങ്കിലും നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് കിടക്കുന്നതാണെങ്കിൽ കൂടിയും അതിലൂടെ കടന്നു പോകാൻ, ധൈര്യത്തോടെ കടന്നു പോകാനൊക്കെ നിങ്ങൾ റെഡി ആകുന്നത് ഇവരുടെ സഹായത്തോടെയാണ്. ഇവർ നിങ്ങളങ്ങനെ പാകപ്പെടുത്തി എടുക്കുകയാണ്. ഓക്കെ, നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു, നിങ്ങളിൽ ആ ഒരു ആത്മധൈര്യം കൊണ്ടുവരുന്നു, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങളെ അവരെ സഹായിക്കുന്നുണ്ട്. യെസ്, മാത്രമല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു സൈഡും കൂടെ നിങ്ങളുടെ അവേക്കൺ ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ആ ഒരു ഇമോഷൻസ്, ആ റൊമാൻറ്റിക് ഇമോഷൻസ് കൊണ്ടുവരുന്നതും അത് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നത് ഇവരാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ്, മാരീഡ് ആണെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം റൊമാൻറ്റിക് സൈഡ് അവര് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ പ്യുവർ മെന്റർ ആയിരിക്കും അവര്. ഓക്കെ, സിംഗിൾ ആയിട്ടുള്ളവർക്കാണ് ആ വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആയിട്ടും കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റീവ് പെർസ്യൂട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനും അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനും ഒക്കെ ഇവരാണ്. അതിലൊരു ആത്മവിശ്വാസത്തോടെ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ, ആ ഒരു കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരായിരിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ കറന്റ് അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുമില്ല. അപ്പൊ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഒരു കഴിവിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് എല്ലാവർക്കും ഉള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ യൂസ് ചെയ്യുന്നതിന്, ഓക്കെ, അതിനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, നല്ല വെൽ ഷാർപ്പാക്കി വെക്കുന്നതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്നത്, അതിനുവേണ്ടി പ്രോത്സാഹനം നൽകുന്നതൊക്കെ ഈ വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡിസപ്പോയിൻമെന്റോ കാര്യങ്ങളോ എസ്പെഷ്യലി നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ആ ഒരു വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങളുടെ കരിയറിൽ അതിലേക്ക് എത്താൻ ഒരു പുതുവഴി, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വഴി, ഓക്കെ, നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന്, ഓക്കെ, നിങ്ങളിലേക്ക് അത് അട്രാക്ട് ചെയ്യുന്നതിന് ഒരു വളരെ നിങ്ങൾ ഒട്ടും ചിന്തിക്കാത്ത ഒരു വഴി അത് ഉപദേശിച്ചു തരുന്നത് ഇവരായിരിക്കും. ഇവരാണ് ആ ഗൈഡ് ചെയ്യുക നിങ്ങളെ ഈ രീതിയിൽ ശ്രമിച്ചൂടെ എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ഒരു പക്ഷെ ഒട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇവരാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒരുപാട് ഗ്രൗണ്ടഡ് ആവുന്നുണ്ട്, ലൈഫിൽ ഡിസിപ്ലിൻഡ് ആവുന്നുണ്ട്, കുറേം കൂടെ മെച്ചോർ ആയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇവരുടെ വരവോടുകൂടെ നിങ്ങളെ ആ ഒരു രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. പിന്നെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക. ഏതൊരു കാര്യത്തിലും നിങ്ങൾ ആ ഒരു എന്താ പറയുക, ചെയ്യുന്നതിൽ ഒരു ന്യായമുണ്ട്, നീതിയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ പറയുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നത് ഈ വ്യക്തിയുടെ വരവോടെയാണ്. ഓക്കെ, നിങ്ങൾ കുറേം കൂടെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ പറഞ്ഞ പോലെ എന്താ, ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ ന്യായത്തിന്റെയും നീതിയുടെയും കൂടെ നിങ്ങൾ എന്താണ് അർഹിക്കുന്നത്, നിങ്ങൾ എന്താണ് അർഹിക്കാത്തത്, ഇതിനെപ്പറ്റി കൃത്യമായൊരു ബോധ്യം ഉണ്ടായി അതനുസരിച്ച് ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊരു കോംപ്രമൈസും വരുത്തുന്നതായിട്ട് കാണുന്നില്ല. അത് മാത്രമല്ല, പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ഇൻസിഡൻസ് ആയിട്ട് നിങ്ങൾ ഇപ്പോഴും കണക്റ്റഡ് ആണെങ്കിൽ ആ പാസ്റ്റിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനും എന്താ പറയണ്ടേ, ആ ഒരു നിങ്ങളിൽ അത്രയും കാലാകാലങ്ങളായിട്ടുള്ള ചില പഴയ ഊർജ്ജങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഹോൾഡ് ഓൺ ചെയ്തിട്ട് നിങ്ങളിൽ തന്നെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വേരോടെ പിഴുതെറിയുന്നത് ഈ വ്യക്തിയാണ്. ഓക്കെ,
അത് മാറ്റിയെടുത്ത് നിങ്ങളിൽ ഒരു റീബർത്ത് കൊണ്ടുവരുന്നുണ്ട്, നിങ്ങളിൽ ഒരു ഡ്രാസ്റ്റിക് അപ്ഗ്രേഡ് ഈ വ്യക്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവരെ വരവോട് കൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൊമെന്റ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾ ഇവരിൽ നിന്ന് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലാണ് ഇവർ ഡിഫറൻസ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കുറേം കൂടെ അത് ഷാർപ്പൺ ചെയ്യുന്നു, കുറേം കൂടെ അത് എഫക്റ്റീവ് ആക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല നിങ്ങളിൽ ആ ഒരു കോൺഫിഡൻസ് ഇവർ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് പൂർണ്ണമായി നിങ്ങൾക്ക് ഒരു ബോധ്യം നൽകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ എന്താ പറയണ്ടേ, മാത്രമല്ല ലൈഫിനെ കുറേം കൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണുന്നതിനും ആ ഒരു പ്രതീക്ഷയും വിശ്വാസം ഏതൊരു നിമിഷത്തിലും കൈവിടാതെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്നും, അതുപോലെ തന്നെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കേണ്ട പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുന്നത്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വ്യക്തിയിലൂടെയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു അപ്ഗ്രേഡ് ആണ് നിങ്ങളിലേക്ക് ഈ വ്യക്തി കൊണ്ടുവരുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എപ്പോഴാണ് ഈ വ്യക്തി ഗ്രൂപ്പ് 2ന്റെ ലൈഫിലേക്ക് ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് എത്താൻ സാധ്യത? ഓക്കെ, നെക്സ്റ്റ് വീനസ് റെട്രോഗ്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സാറ്റർൺ റെട്രോഗ്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സാറ്റർൺ റെട്രോഗ്രേഡ് ജൂലൈ 23 തൊട്ട് ഡിസംബർ 11 വരെയാണ് ഈ വർഷം. ഓക്കെ, നെക്സ്റ്റ് വീനസ് റെട്രോഗ്രേഡ് എന്ന് പറയുന്നത് ഒക്ടോബർ 3 2026 തൊട്ട് നവംബർ 14 2026 വരെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഒന്നില്ലെങ്കിൽ ഇപ്പൊ തുടങ്ങി നവംബർ 14 2026 ഉള്ളിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങി ഡിസംബർ 11 2026 ഉള്ളിൽ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൂലൈ 23 തൊട്ട് ശരിക്കും സാറ്റർൺ റെട്രോഗ്രേഡിന്റെ ടൈമിലാണ് ഫുള്ളി വരുന്നത്. ഈ ജൂലൈ 23 തൊട്ട് ഡിസംബർ 11 ഉള്ള സമയം, കാരണം അതിന്റെ ഉള്ളിൽ തന്നെ വീനസ് റെട്രോഗ്രേഡ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ടൈമിന്റെ ഉള്ളിലാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ ഈ വർഷം തന്നെ ഇവരുടെ ഒരു എൻട്രി ഉണ്ട് എന്ന് കാണുന്നു. നെക്സ്റ്റ് ഫുൾ മൂൺ സിഗ്നിഫിക്കന്റ് ആയിരിക്കാം, അതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇതൊരു നിങ്ങളോട് പറയുന്നത് ലൈഫിൽ ഫോക്കസ് ചെയ്യുക, പ്രസന്റ് മൊമെന്റിലായി മുന്നോട്ട് പോകുക, സമാധാനത്തോടെ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ അവരെപ്പോ വരും എന്നുള്ള ഒരു ഏകദേശം ഒരു പോസിബിൾ ടൈം ഫ്രെയിം ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആകുന്നതും നേരം വൈകുന്നതും നമ്മുടെ എനർജി അനുസരിച്ചിരിക്കും, നമ്മളും ആ വ്യക്തിയും എത്രത്തോളം അലൈൻഡ് ആണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതെപ്പോഴും മനസ്സിൽ വെക്കണം. ഓക്കെ, അല്ലാതെ അപ്പോ ആ ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റ് വേണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഹീലിംഗ് ചെയ്യണം, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഇന്നർ വർക്ക്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ഫിസിക്കൽ ആക്ഷൻസ് നമ്മൾ കൃത്യമായി എടുത്തിട്ടുണ്ടായിരിക്കണം. അത് ചെയ്യാതെ പറഞ്ഞ സമയത്ത് കൂടി നടന്നില്ല, അത് വെറുതെയാണ് എന്നൊന്നും പറഞ്ഞ് വരരുത്. ഓക്കെ, നിങ്ങളുടെയാണ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗൈഡൻസ് തരിക എന്നുള്ളതാണ്, ക്ലാരിറ്റി തരിക എന്നുള്ളതാണ്. അതനുസരിച്ച് ആക്ഷൻ എടുക്കേണ്ടതും അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന്റെയും ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് എപ്പോഴും ഓർക്കുക, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലോസ് എടുക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലോസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ കാർഡ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള അക്ഷരങ്ങൾ എടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും കേട്ടോ. നോക്കുക, എ, ഉ, റ, ര, ഇ, ധ, ഥ, ഋ, ആ, ഒ, ച, ധ.
ഓക്കെ, പിന്നെ നമുക്ക് ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് ആയില്യം, മകം, അശ്വതി, ഉത്രം, ചോതി, അത്തം, പുണർദം, വിശാഖം, രേവതി. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞായർ, വെള്ളി, ശനി. 3 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ദിവസവും ജനിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടായിരിക്കും 1, 3, 9, 10, 16, 19, 23, 27. ഇനി കിട്ടുന്നത് 2 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ടൈമും ഈ പറയുന്ന ടൈംസും തമ്മിൽ കുറച്ച് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ടൈമുകൾ, അതായത് മാസങ്ങളും രാശികളും ആണ് പറയുന്നത്, അതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, രാശികൾ എന്ന് പറയുമ്പോൾ സോഡിയാക് സീസൺ. അപ്പോൾ ആ സോഡിയാക് എപ്പോഴാണ് തുടങ്ങുന്ന സീസൺ അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കന്നി, തുലാം, കുംഭം, ഇടവം. ഓക്കെ, അപ്പോൾ അടുത്ത വർഷത്തെ ഇടവം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ചിലവർക്ക് ആ ഒരു സമയം വരെ അത് നീണ്ടു പോകുന്നുണ്ടെന്ന് അർത്ഥം. അത് നമ്മളുടെ ഈ പറയുന്ന പോലെ പോസിബിൾ ടൈം ഫ്രെയിം ആണ്. അത്രയും ചിലപ്പോൾ നീണ്ടു പോവില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അത്രയും എത്താം. അത് നമ്മളുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ലൈഫ് ജേർണി, നമ്മൾ എത്രത്തോളം ഹീലിംഗ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ബാക്കി സമയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കന്നി, തുലാം, കുംഭം എന്നൊക്കെ പറയുമ്പം ഈ ഒരു സമയമാണ്. ഓക്കെ, അത് വളരെ അടുത്ത് നിൽക്കുന്ന ടൈമാണ്, ഒരുപാട് ദൂരെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സാറ്റർൺ റെട്രോഗ്രേഡ്, വീനസ് റെട്രോഗ്രേഡ് ടൈമിൽ തന്നെയാണ് ഈ പറയുന്ന മാസങ്ങളും ഒക്കെ വരുന്നത്. എന്തായാലും കന്നിയും തുലാം അതിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് മിഥുനം രാശി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 23 തൊട്ട് സാറ്റർൺ റെട്രോഗ്രേഡ് തുടങ്ങും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഥുനം രാശി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തോ ആ ഒരു സാറ്റർൺ റെട്രോഗ്രേഡിന്റെ സമയം സ്പെസിഫിക്കലി ഇവിടെ ചിലർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ മകരം രാശി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് സോഡിയാക് സീസൺസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി ആരാണ്. ഗ്രൂപ്പ് 3യുടെ ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ വ്യക്തി ആരാണ്. ഓക്കെ, ഈ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ബൗണ്ടറീസ് ഉള്ള ഒരാളാണെന്ന് കാണുന്നു. വളരെ സീരിയസ് ആണ് എന്ന് കാണുന്നുണ്ട്. ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, someone who is highly competitive എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്തൊക്കെ കോംപ്ലിക്കേഷൻസോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അവർക്ക് എപ്പോഴും പുറത്തു കടക്കാനായിട്ട് സാധിക്കും. അവർ വളരെ കീൻ ഒബ്സർവർ ആണ് എന്ന് കാണുന്നുണ്ട്. യെസ്, പ്യുവർ ഒരു മസ്കുലിൻ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെയധികം ഒരു ഇൻ കൺട്രോൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, ഒരു സീരിയസ് എനർജി എനിക്ക് കിട്ടുന്നു. മസ്കുലിൻ എനർജിയാണ്. അപ്പൊ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം അതായത് അവരെ പുറമേക്ക് ഓക്കെ അവരുടെ ഒരു വേർഷൻ, എല്ലാവരും കാണുന്ന ഒരു വേർഷൻ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മസ്കുലിൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരാളാണ്. വളരെ കെയറിംഗ് ആണ്, വളരെ കമ്പാഷൻ ആണ്. അവർക്ക് ആ ഒരു സൈഡ് ഉണ്ട്. വളരെ പ്രൊട്ടക്റ്റീവ് ആണ്. എസ്പെഷ്യലി അവർക്ക് പ്രിയപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ വളരെ പ്രൊട്ടക്റ്റീവ് ആണ് എന്ന് കാണുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ തന്നെ അവർ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്തിട്ടാണ്. ഓക്കെ, ആ ആൾക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി ഒന്നിനെയും പേടിക്കാത്ത ഒരു വ്യക്തി എന്നാണ് കിട്ടുന്നത്. ഒരു ഫ്രണ്ട് എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. വളരെയധികം ഒരു നിങ്ങളുടെ അടുത്ത് അവർ വളരെയധികം കംഫർട്ടബിൾ ആകുന്നതായിട്ട് കാണുന്നു. അവരുടെ ആ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേർഷൻ, ഒട്ടും സീരിയസ് അല്ലാത്ത വളരെ കൂൾ ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങളാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് കാണുന്നു.
വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് അവരുടെ ലൈഫിൽ. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് അവരുടെ ലൈഫിൽ. അവരിപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണ് ഡെഫിനറ്റ്ലി. ഒരു പോപ്പുലാരിറ്റി എനർജി എനിക്ക് ഇവരിൽ കിട്ടുന്നുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് കിട്ടുന്നു. അപ്പൊ എവിടെ പോയാലും സെന്റർ ഓഫ് അറ്റൻഷൻ ആകുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒരു ആ ഒരു മസ്കുലിൻ എനർജി വളരെ എവിഡന്റ് ആയിരിക്കും ഇവരിൽ. ഓക്കെ, അത് ഫെമിനിൻ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അവരുടെ ആ ഒരു സ്ട്രോങ് പ്രസൻസ്, അവരുടെ ആ ഒരു പ്രസൻസ് എല്ലാവരും അത് ഇറ്റ് ഡെഫിനറ്റ്ലി ഡിമാൻഡ്സ് അറ്റൻഷൻ. അങ്ങനത്തെ ഒരു പ്രസൻസ് ആണ്. ഓക്കെ, എല്ലാവരും ഓട്ടോമാറ്റിക്കലി അവരിലേക്ക് അറ്റൻഷൻ പോവും. അങ്ങനെയാണ് അവരുടെ പ്രസൻസിന്റെ പ്രത്യേകത. അതാണ് അവർ എനർജറ്റിക്കലി ആ ഒരു മെസ്കുലിൻ എനർജി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ആകുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിയർ ഡ്രിവൺ പേഴ്സൺ ആണെന്ന് കാണുന്നു. കരിയർ റിലേറ്റഡ് ആയിട്ട് കരിയറിൽ ഗോൾസ് സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക, അങ്ങനെ കരിയറിൽ ഒരുപാട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ കരിയറിൽ ഒരുപാട് ഒരു ഹൈറ്റ്സിൽ എത്തിയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം കാര്യമായ പ്രോഗ്രസ് അവരുടെ കരിയറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്തും ആ ഒരു എനർജി ഉണ്ടാവാം. ഡെഫിനറ്റ്ലി ഒരു എന്താ പറയണ്ടേ, മെച്യൂർ എനർജിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. വളരെ മെച്യൂർ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അവർക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ്, അവർക്ക് അവരുടേതായ ചില ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവരതിനെ വളരെ മെച്യൂർ ആയിട്ടാണ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഫൈനാൻഷ്യലി അവർ വെൽ സെറ്റിൽഡ് ആണ് എന്ന് നമുക്ക് കിട്ടുന്നു. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എപ്പോഴും അവർക്കൊരു ഗോൾസ് സെറ്റ് ചെയ്ത് ആ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, അവർക്ക് എപ്പോഴും ഷോർട്ട് ടേം ലോങ് ടേം ഗോൾസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് അത് നേടിയെടുത്ത് അങ്ങനെ ലൈഫിൽ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവർക്ക് കൃത്യമായിട്ട് ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും എന്താണ് അവർക്ക് നല്ലതായിട്ടുള്ളത്, എന്താണ് നല്ലതല്ലാത്തത്, ഇതിനെ കുറിച്ചൊക്കെ പൂർണ്ണമായ ബോധ്യം അവർക്കുണ്ട്. അവർക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല. വളരെ ഒരു സെറീനിറ്റി, സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ സമാധാനം കെടുത്തുന്ന ഏതൊരു ഊർജ്ജത്തിനെയും അവർ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യുക. അവരതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യുക. ഈ വ്യക്തി വളരെയധികം ഒരു ലക്കി ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതായത് എപ്പോഴും കാര്യങ്ങൾ അവർക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും സംഭവിക്കുക. അവരുടെ ഒരു എനർജി പ്രത്യേകതയാണ്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് ഞാൻ ഈ റീഡിങ് തുടങ്ങുമ്പോൾ കാര്യമായ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ, ഞാൻ റൊമാൻറ്റിക് റീഡിങ് അല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്നിട്ട് പറഞ്ഞു, ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണെങ്കിൽ എനിക്ക് കുറച്ച് കൺഫർമേഷൻസ് കിട്ടേണ്ടത്. അത് ഞാൻ റീഡ് ചെയ്യുന്നതിന് മുൻപ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്. യൂണിവേഴ്സിറ്റി പറഞ്ഞതാണ് എനിക്ക് കൺഫർമേഷൻ, ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണെങ്കിൽ എനിക്ക് കിട്ടേണ്ട കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏസ് ഓഫ് കപ്സ് വേണം, അല്ലെങ്കിൽ ടെമ്പറൻസ്, അല്ലെങ്കിൽ എംപറർ ഓർ എംപറസ് ഓർ ഫോർ ഓഫ് വാൻഡ്സ്. ഈ ഏതെങ്കിലും ഒരു കാർഡ് ആ സ്പ്രെഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. ഫ്രണ്ട്സ് ആണെങ്കിൽ 3 ഓഫ് കപ്സ്, അങ്ങനെ മെന്റർ ആണെങ്കിൽ അങ്ങനെ ഓരോ കാർഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എനർജി ഡെഫിനറ്റ്ലി ഉണ്ട്, 4 ഓഫ് വാൻഡ്സും ഉണ്ട്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അയ്യോ, അപ്പൊ എനിക്ക് ഓൾറെഡി ഞാൻ മാരീഡ് ആണല്ലോ, എനിക്ക് പാർട്ട്ണർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റ് ആണെങ്കിൽ എനിക്ക് ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, അപ്പൊ വേറെ ആൾ വരാൻ പോവാണോ? അല്ല. ഓക്കെ, അത് അവിടെ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഫ്രണ്ട്സ് എനർജിയാണ് നിങ്ങളുടെ ഇടയിൽ ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാരീഡ് ആണ്, കമ്മിറ്റഡ് ആണെങ്കിൽ ദിസ് പേഴ്സൺ ഈസ് യുവർ ഫ്രണ്ട്. ഇവർ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായിരിക്കും. മനസ്സിലായോ? അവര് നിങ്ങളുടെ വളരെ കംഫർട്ടബിൾ ആകുന്ന വളരെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനർജിയാണ് ഇവരും നിങ്ങളുടെ ഇടയിൽ കാണുന്നത്. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഇത് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറും ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ എത്തിയതിനു ശേഷമാണ് അത് യൂണിയനിലേക്ക് പോകുന്നത്. അങ്ങനെ. ഓക്കെ, കാരണം നമുക്ക് എംപറർ കാർഡ് ഓൾറെഡി കിട്ടിയതാണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ, ഇത് എപ്പോഴും ഇത് ശരിയാവില്ല, അതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, എനിക്ക് കാർഡുകൾ കിട്ടട്ടെ എന്നിട്ടാവാം എന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് എനിക്ക് 4 ഓഫ് വാൻഡ്സ് കാർഡ് അവസാനം കാണിച്ചു തന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, റൊമാൻറ്റിക് എനർജി ഇവിടെ വരുന്നുണ്ടല്ലോ, എന്തിനാണ് റൊമാൻറ്റിക് എനർജി വരുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഉള്ളിൽ. അതായത് ഞാൻ ഒരു തരത്തിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യൂണിവേഴ്സിനെ അറിയിക്കാണ്, ഇവിടെ റീഡ് ചെയ്യുന്നതിന് ഈ ഒരു മീഡിയം മാത്രമാണ്, ഞാനാണ് ഇവിടെ നേരിട്ട് കളക്ടീവ്സിനോട് സംസാരിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ട് എൻ്റെ ആ ഒരു കൺട്രോളിങ് എനർജി ഞാൻ അവിടെ നിന്ന് മാറ്റി വയ്ക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത്. ചിലർക്ക് ഇവര് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അതായത്
ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറാണ്, സോൾ ട്രൈബ് മെമ്പറാണ്. ഇവര് നിങ്ങളായി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ട് മാറാൻ പോകുന്ന ഒരാളാണ് ഇത്. നിങ്ങൾ കമ്മിറ്റഡ് ആണ്, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ. സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ബെസ്റ്റ് ഫ്രണ്ട് കം പാർട്ട്ണർ, ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആകുന്ന വ്യക്തിയാണ്. ഓക്കെ, യെസ് ഡെഫിനറ്റ്ലി. ഞാൻ അപ്പുറത്തേക്ക് ചോദിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 10 of Cups കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നോ, അത് അവരുടെ ഫാമിലിയെ മാത്രമാണ് ഉദ്ദേശിക്കണേ. അതായത് നമുക്ക് ഇങ്ങനെ തരുമ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യൂണിവേഴ്സ് അപ്പം നമുക്ക് ഇങ്ങനെ നമ്മളെ എന്താ പറയാ, നമ്മുടെ പൊസിഷൻ ഓർമ്മിപ്പിച്ച് തരുന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പം ഉണ്ടായത്. ഓക്കെ, എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് പറയണമെന്ന് തോന്നി. അപ്പോൾ 10 of Pentacles പറയുന്നത് ആക്ച്വലി ഈ വ്യക്തി വളരെയധികം ഫാമിലി ഓറിയന്റഡ് ആണ്. ഫാമിലി ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി കണക്ഷൻസ്, ഫാമിലി മാൻ, ദിസ് പേഴ്സൺ ഈസ് ലൈക്ക് ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൺ. ഓക്കെ, പാർട്ട്ണറൊക്കെ ആയി കഴിഞ്ഞാൽ പാർട്ട്ണർ, കുട്ടികൾ, ഇതൊക്കെയാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് അവർക്ക്. അവരെ ഞാൻ പറഞ്ഞല്ലോ, അവരെ കുറിച്ച് ആലോചിച്ചിട്ട്, ഫാമിലി ലവ്ഡ് വൺസിനെ കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാണ് ഇവർക്ക് ടെൻഷൻ. ഇവർ ടെൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ, ഇവർ സ്ട്രെസ്ഡ് ആകുന്നുണ്ടെങ്കിൽ അത് ഫാമിലിനെ കുറിച്ച് ആലോചിച്ച് മാത്രമാണ്. ബാക്കി ഒന്നിനും ഇവരെ പേടിപ്പിക്കാൻ പറ്റില്ല. ബാക്കി ഒരു കാര്യം ഇവർക്ക് പേടിയുണ്ടാവില്ല. എത്ര ചാലഞ്ചസ് ഉണ്ടായാലും അവർ അതിനെ നിഷ്പ്രയാസം മറികടക്കുകയും ചെയ്യും. അവരാകെ ഒന്ന് പതറുക അല്ലെങ്കിൽ ഒന്ന് ടെൻസ്ഡ് ആവുക ഫാമിലിയുടെ കാര്യം വരുമ്പോഴാണ്. വളരെ ഫാമിലി ഓറിയന്റഡ് ആണെന്ന് കാണുന്നു. ഇവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ആയിരിക്കാം ഉണ്ടാവുക. ഓക്കെ, ഫാമിലി ബിസിനസ് ആയിരിക്കും, അതിൽ പ്രോമിനന്റ് റോൾ ഇവർക്കായിരിക്കും. അല്ലെങ്കിൽ ഇവരിലൂടെയാണ് ആ ഫാമിലിക്കുള്ള ഫൈനാൻഷ്യൽ അബണ്ടൻസ് കാര്യങ്ങളെല്ലാം ഇവരിലൂടെ എത്തിച്ചേരുന്നതാണ്. ഇവരാണ് ആ ഫാമിലിയുടെ എന്താ പറയണ്ടേ പ്രൈം ഫൈനാൻസ് സപ്പോർട്ടർ എന്നൊക്കെ പറയാം, ഫൈനാൻഷ്യൽ പ്രൊവൈഡർ. ഓക്കെ, അവരാണ് സമ്പാദിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ട്. കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പുവരുത്തുന്നത് ഇവരാണ്. ഓക്കെ, അങ്ങനെ ഇതാണ് ഈ വ്യക്തിയുടെ ഒരു എനർജി. ഇനി ഇവരെന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തിനാണ് ഈ വ്യക്തി ഗ്രൂപ്പ് 3യുടെ ലൈഫിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ, എനിക്ക് ഇനി ഇതും വേണം, എനിക്ക് ആ കഴിവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നേനെ, എനിക്ക് ഇങ്ങനെയും കൂടെ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നേനെ, ഇങ്ങനത്തെ ചിന്തകളുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നടത്തിയെടുക്കാനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട് എന്ന ബോധ്യം നിങ്ങളിൽ കൊണ്ടുവരുന്നത് ഈ വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ റിയലൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഇവരാണ്. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ, ആ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ തരുന്നത് ഈ വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടാകുന്നത് ഇവരിലൂടെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കരിയറിലായിക്കോട്ടെ, ഫൈനാൻഷ്യലായിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പരിശ്രമങ്ങൾ വിജയം കാണുന്നതിന് ഇവരാണ് സഹായിക്കുക. ഓക്കെ, നമുക്ക് നേരത്തെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ റീഡിങ്ങിൽ ത്രൂ ഔട്ട് കിട്ടിയിട്ടുള്ള ഒരു പെയർ എന്ന് പറയുന്നത് കിങ് ആൻഡ് ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്, ഫോർ സം റീസൺ. ഓക്കെ, ഞാൻ ഈ കാർഡ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നത് ഇവരാണെന്നാണ്. അതായത് വലിയ വലിയ സ്വപ്നങ്ങൾ, നിങ്ങളൊട്ടും നടക്കില്ല എന്ന് വിചാരിക്കുന്ന സ്വപ്നങ്ങളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സ്വപ്നം കാണാനും അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്കൊരു നമ്പർ 1 സപ്പോർട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ചിയർ ലീഡർ എന്ന് പറയുന്നത് ഈ വ്യക്തിയായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തുക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അത് സ്വപ്നം കാണാനും അതിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഗൈഡൻസ് ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ നിങ്ങളുടെ ട്രൂ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ റിയൽ സെൽഫ് എന്താണെന്നുള്ളത് നിങ്ങളെക്കാൾ ഒരു പക്ഷേ ആദ്യം കംപ്ലീറ്റ്ലി തിരിച്ചറിയുന്നത് ഈ വ്യക്തിയായിരിക്കും. അവരിലൂടെയാണ് നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. അവരാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന കഴിവുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് അതറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്കാണ് പറഞ്ഞു തരിക. എപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കും, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു കഴിവുണ്ടല്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് അവരിലൂടെയാണ്. അപ്പം നിങ്ങളുടെ ഒതന്റിക് വേർഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവരിലൂടെയാണ്. ഓക്കെ, വേറെ തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് നിങ്ങൾ പൂർണ്ണമായി മാറുന്നത് ഇവരുടെ പ്രസൻസിലാണ്, ഇവരുടെ ആ ഒരു സഹായത്തോടെയാണ്.
ഇനി നിങ്ങളിൽ ചിലർക്ക് നിങ്ങളുടെ ട്രൂ വേർഷൻ കംപ്ലീറ്റ്ലി അറിയുന്ന ഒരാൾ തന്നെയായിരിക്കും, പക്ഷെ നിങ്ങൾ അതിൽ കംപ്ലീറ്റ്ലി സെക്യൂർ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ട്രൂ വേർഷനിലേക്ക് ആയിരിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു എന്താ പറയണ്ടേ, ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഒതന്റിക് വേർഷനിൽ നിൽക്കുമ്പോൾ ചുറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഒതന്റിക് വേർഷനിലല്ല നിങ്ങൾ പലപ്പോഴും ആയിരിക്കുന്നത്. പക്ഷെ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അൺഅപ്പോളജറ്റിക്കലി നിങ്ങൾ നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് മാറുന്നുണ്ട്. കാരണം ഇവര് നിങ്ങളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കും. നിങ്ങൾ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, എന്ത് ഉദ്ദേശത്തിൽ പറയുന്നു, എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം A to Z അവർക്കൊരു കണ്ണാടി കാണുന്ന പോലെ അവർക്കെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങളുടെ ഇന്റൻഷൻ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ ഒതന്റിക് വേർഷനിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ഇന്നതുകൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചത് എന്നൊക്കെ. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഇന്റൻഷൻ എപ്പോഴും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒതന്റിക് വേർഷനിൽ നിൽക്കാതെ മറ്റുള്ളവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷനിൽ നിന്നിട്ട്, പീപ്പിൾ പ്ലീസിങ്ങും അല്ല, ഓക്കെ, പക്ഷെ മറ്റുള്ളവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷനിൽ നിന്നിട്ട് നിങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് മാറുന്നതിന് നിങ്ങൾക്ക് ആ പൂർണ്ണ ധൈര്യം തരുന്നതും ഈ വ്യക്തിയാണ്. അവരാണ് നിങ്ങളോട് ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ എല്ലാവരും മനസ്സിലാക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്? നിങ്ങളെ മനസ്സിലാക്കേണ്ടവർ കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കും. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്, അപ്പൊ നിങ്ങൾ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ ഒരു ധൈര്യം തരുന്നതും നിങ്ങൾ ആ ഒരു ഒതന്റിക് സെൽഫിലേക്ക് പൂർണ്ണമായി മാറാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതും ഇവരാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിന്ന്, ചില കഴിഞ്ഞു പോയിട്ടുള്ള ചില സംഭവങ്ങളിൽ നിന്ന് ഫുള്ളി നിങ്ങൾ ഹീൽഡ് ആകുന്നത് ഇവരുടെ പ്രസൻസിലാണ്. ഇവരാണ് ആ ഒരു എൻഡിങ് സുഗമമാക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി എൻഡിങ് ഇൻ ദ സെൻസ് ചിലപ്പോൾ ചില പെയിൻഫുൾ എക്സ്പീരിയൻസസ് കഴിഞ്ഞ കാലത്തിൽ നടന്നു പോയിട്ടുള്ളത്, അതിലൂടെ നിങ്ങൾക്ക് ചില ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റഡ് ബിലീഫ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അത് അറിയുന്നുണ്ടാവില്ല. നിങ്ങളെ സംബന്ധിച്ച് അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവരാണ്. ഇത് നിന്റെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ് ആണ്, അല്ലാണ്ട് നീ ഇങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഒരു തെറ്റായ ധാരണയാണ്. അത് ഇന്ന കാരണം കൊണ്ടാണ്, ഇന്ന സംഭവം നടന്നില്ലേ മുന്നേ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇതല്ല നിങ്ങളുടെ ട്രൂ വേർഷൻ എന്നുള്ളത് നിങ്ങൾക്ക് തെളിവ് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരിക, നിങ്ങളെ മനസ്സിലാക്കി തരിക. അങ്ങനെ നിങ്ങളുടെ ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്നൊക്കെ പുറത്ത് കടക്കുന്നതിനും നിങ്ങളിലെ ആ ഒരു റീബർത്ത്, നിങ്ങളുടെ ഒതന്റിക് വേർഷനിലുള്ള ആ റീബർത്ത് വരുന്നതും ഈ വ്യക്തിയിലൂടെയാണ്. ഓക്കെ, നിങ്ങളുടെ അതുപോലെ തന്നെ സ്പിരിച്വൽ ജേർണിയിലും ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റീസ് ഒക്കെ അതിൽ വർക്ക് ചെയ്യാൻ, ഓക്കെ, അതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്ത് അതിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഇവരുടെ പ്രസൻസ്, ഇവരുടെ ഗൈഡൻസ്, ഇവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരു എന്താ പറയണ്ടേ, അസാധ്യ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാക്കുന്നത് ഈ ആളാണ്. നിങ്ങൾക്കിപ്പോ എനിക്ക് തീരെ ആത്മവിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ കിങ് ഓഫ് വാൻസിന്റെ കോൺഫിഡൻസിലേക്ക് എത്തുന്നത് ഇവരിലൂടെയാണ്. കിങ് ഓഫ് വാൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമുക്കൊട്ടും ചിന്തിക്കാൻ പറ്റാത്ത ലെവൽ ഓഫ് ആത്മവിശ്വാസമാണ്. എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാണ് ആള്. ഓക്കെ, എനിക്ക് ഗോൾ A ഉണ്ട് ഫോർ എക്സാമ്പിൾ, അതാണ് എൻ്റെ ഗോൾ, അതാണ് എൻ്റെ ലക്ഷ്യം. അതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനെന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അതെങ്ങനെ നേടണം, അതിനെന്തൊക്കെ ചാലഞ്ചസ് കടക്കേണ്ടി വരും, ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആൾക്ക് ഒരു കാര്യം അറിയുന്നുണ്ടാവും, ആൾ ഡെഫിനറ്റ്ലി ആ ഗോള് അച്ചീവ് ചെയ്യും. ആ ലെവൽ ഓഫ് ആത്മവിശ്വാസമാണ് കിങ് ഓഫ് വാൻസിന്റെ. ആ സെയിം കോൺഫിഡൻസ് ലെവലിലേക്കാണ് നിങ്ങളും എത്തുക ഇവരിലൂടെ. ഓക്കെ, ഞാനൊരു കഥ വായിച്ചിരുന്നു. ആ കഥയിലത്തെ ആ ഒരു എന്താ പറയണ്ടേ, മെയിൽ ഫീമെയിൽ ലീഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എനിക്കിത് വായിക്കുമ്പോൾ, എനിക്ക് റീഡിങ് ചെയ്യുമ്പോൾ സ്പെസിഫിക്കലി കിട്ടുന്നത്. വളരെ നല്ല ഒരു എന്താ പറയണ്ടേ, പെയർ ആണ് എന്ന് ഞാൻ പറയും. എസ്പെഷ്യലി നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണെങ്കിൽ ഇത് നിങ്ങളുടെ ട്രൂ പെയർ ആണ്. ഓക്കെ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. അതുപോലെ തന്നെ നോ പറയേണ്ടവർക്ക് നോ പറയുന്നതിനും ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ ആ ഒരു നല്ല സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി എംബ്രേസ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ കംപ്ലീറ്റ്ലി അത് എംബ്രേസ് ചെയ്യുക, അത് യൂസ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നത് ഇവരാണ്. അതുപോലെ സ്ട്രോങ് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഇവരാണ്. ഓക്കെ, അതുപോലെ ഏതൊരു കാര്യത്തിലും ശരിയായ തീരുമാനമെടുക്കുന്നതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഇവർ തന്നെയാണ്.
എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും അതൊക്കെ മറികടക്കാനായിട്ട് ഈ ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചുതരാം. കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ ചിരിച്ചു. ഇവര് എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഹാർട്ട് ബ്രേക്ക് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനും ആ ഒരു മനസ്സമാധാന ലൈഫിലേക്ക് കൊണ്ടുവരാനും ഇവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് പോലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവരെപ്പോഴും ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനും നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ മാറ്റി നിർത്താനും ഇവര് നിങ്ങളെ സഹായിക്കും. കാരണം they are your true partner. ലവേഴ്സ് കാർഡ്. ഈ കാർഡ് ഇടയ്ക്ക് ഇങ്ങനെ അണ്ടർലൈൻ എനർജി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാനത് ഓക്കെ അത് വരട്ടെ എന്നുള്ള രീതിയിൽ അതിന് വിട്ടു. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ മനസ്സിലായി ഞാൻ എടുത്ത് വെക്കാനൊന്നും പോണില്ല എന്ന്. അപ്പൊ നേരെ സ്പ്രെഡിലേക്ക് വന്നു. ഇതാണ് നിങ്ങളുടെ ആ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്. ഇതാണ് നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കുന്ന ആ പാർട്ട്ണർ. ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണ്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനപ്പുറം ഒരു ഗാർഡിയൻ എന്നുള്ള ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊട്ടക്ടറും കൂടിയാണ് ഈ ഒരു സുഹൃത്തായിരിക്കുക. ഓക്കെ, നിങ്ങളെ കുറിച്ച് വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന വാർണിങ്സ്, അവരെന്തെങ്കിലും നിങ്ങളെ വാൺ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തിന് പറ്റുന്നില്ല. ഓക്കെ, ഏതെങ്കിലും കാര്യത്തിൽ നിന്ന്, അതാ നല്ലത്, ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് ചെയ്യണ്ട എന്ന് നിങ്ങളോട് ഒരു വാർണിംഗ് പോലെ പറയുന്നുണ്ടെങ്കിൽ അതങ്ങനെ കേൾക്കുക. അല്ലാതെ പ്രത്യേകിച്ച് ഈ വ്യക്തി, ഓക്കെ, അല്ലാതെ അതങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഇവർക്ക് അത് മുന്നേ അറിയാൻ പറ്റും. അപ്പൊ ഇവര് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല, നിങ്ങളുടെ മനസ്സമാധാനം കളയുന്നതാണ്, നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെന്നൊക്കെ അവർക്ക് ഓൾറെഡി മനസ്സിലാവുമ്പോൾ അവർ നിങ്ങൾ എന്ത് ചെയ്യും, അത് വേണ്ട കേട്ടോ, അത് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് പറയണ്ട എന്നൊക്കെ നിങ്ങളോട് ഓൾറെഡി വാൺ ചെയ്യും. അത് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടാവും. പക്ഷെ അവർ പറയുന്നതിന് നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു പീസ്ഫുൾ എനർജി എപ്പോഴും ലൈഫിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ചാലഞ്ചസും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി സ്വസ്ഥമായിട്ടൊരു ജീവിതം ഉണ്ടാവും. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അവരെന്തെങ്കിലും വാൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയം എപ്പോഴാണ് നമുക്ക് നോക്കാം. പോസിബിൾ സാധ്യത സമയമാണ്. അപ്പൊ ഈ പറയുന്ന സമയത്തിൽ നിന്ന് ചിലപ്പോൾ ഈ പറയുന്ന സമയത്ത് തന്നെ നടക്കാം, കുറച്ച് നേരത്തെ ആയിട്ട് നടക്കാം, നേരം വൈകാം. അതൊക്കെ നിങ്ങൾ ലൈഫിൽ നിങ്ങളുടെ ഹീലിംഗ് ജേർണി, ഓക്കെ, അവിടെ ആ ഹീലിംഗ് ജേർണിയിൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എനർജറ്റിക്കലി, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്നെപ്പോഴും ഓർക്കുക കേട്ടോ. എപ്പോഴാണ് ഈ ഒരു വ്യക്തി ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധ്യത? ബൈ ദ നെക്സ്റ്റ് സൺസെറ്റ് എന്നാണ് പറയുന്നത്. ചിലർക്ക് ഈ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. നെക്സ്റ്റ് വീനസ് റെട്രോഗ്രേഡ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പൊ തുടങ്ങി ഒരു 24 hours. ഓക്കെ, അതായത് നെക്സ്റ്റ് സൺസെറ്റ് എപ്പോഴാണോ ആ ഒരു ടൈം തൊട്ട് നെക്സ്റ്റ് വീനസ് റെട്രോഗ്രേഡ് എന്ന് പറയുന്നത് October 3rd 2026 to November 14, 2026 വരെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ നെക്സ്റ്റ് സൺസെറ്റ് തൊട്ട് ഈ പറയുന്ന November 14th 2026 ഉള്ളിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിനുള്ള സാധ്യത ഉണ്ട്. പോസിബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആവുന്നതും നേരം വൈകുന്നതും നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഓപ്പൺ ആൻഡ് റെസപ്റ്റീവ് ആയിരിക്കാം. ഈ ഒരു കണക്ഷൻ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു എന്താ പറയണ്ടേ പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് നിങ്ങൾ തയ്യാറാവുക, അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ലൈഫിൽ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതും നിങ്ങൾക്കുള്ള ഒരു എന്താ പറയണ്ടേ ഗൈഡൻസ് ആണ്. പ്രസന്റ് മൊമെന്റ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതിപ്പോ വരുമോ, ഇന്ന് വരുമോ, ആരാണാവോ, അങ്ങനെ അന്വേഷിച്ച് നടക്കണ്ട. ഈ വ്യക്തി ലൈഫിലേക്ക് നാച്ചുറലി വരേണ്ടതാണ്. ഓക്കെ, അത് നാച്ചുറലി സംഭവിക്കേണ്ടതാണ്. നിങ്ങളുടെ ഇടപെടൽ അവിടെ വേണ്ട. അപ്പൊ അത് തന്നെ നടക്കട്ടെ. എക്സൈറ്റ്മെന്റ് ഉണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നേരം വൈകും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഹീലിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ എനർജറ്റിക്കലി അപ്ഗ്രേഡ് കൊണ്ടുവരുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവും, നിങ്ങളുടെ കരിയർ ഗോൾസ് ഉണ്ടായിരിക്കും, ഓക്കെ, ലൈഫ് ഗോൾസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഫിസിക്കൽ ആക്ഷൻസ് എടുക്കണം, നിങ്ങളുടെ ഭാഗത്ത് ഇന്നർ വർക്ക് ചെയ്യണം. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഇതിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്തോളൂ. ഓക്കെ, അതിൽ ശ്രദ്ധ കൊടുത്ത് പോകുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സമയത്തിനുള്ളിൽ വളരെ സ്മൂത്ത് ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടക്കുക.
ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഈ റീഡിംഗ് കാണുന്നതിന് 24 hours മുന്നേ 09099199929444 പറയുന്ന ഏതെങ്കിലും നമ്പേഴ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ റീഡിംഗ് കാണുന്നതിന് 24 മണിക്കൂർ മുൻപായിരിക്കും കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ റീഡിംഗ് കണ്ടതിന് ശേഷം 24 hours ഈ പറഞ്ഞ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവുക. അത് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ് കേട്ടോ. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് വേണ്ടിയുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ടൈം ഫ്രെയിമിൽ എനിക്ക് നെക്സ്റ്റ് 12 to 18 months എന്ന് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഇതൊരു വർഷം തൊട്ട് 1.5 വർഷം വരെ ഈ ഒരു ടൈം നീങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെക്കാം. അപ്പോൾ ഒരു ഭൂരിഭാഗം ആളുകൾക്കും ഈ November 14th 2026 ഉള്ളിൽ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അല്ലാത്തവർക്ക് ചിലവർക്ക് നിങ്ങളിൽ ഒരു ഇപ്പോൾ തുടങ്ങി ഒരു വർഷം 1.5 വർഷത്തിനുള്ളിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഓക്കെ, പോസിബിളി ഈ പറഞ്ഞ ഒരു വർഷം 1.5 വർഷത്തിനുള്ളിൽ വീനസ് റിട്രോഗ്രേഡ് എപ്പോഴാണോ ആ ഒരു ടൈമൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എപ്പോഴാണ് ഈ വ്യക്തി വരിക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. നെക്സ്റ്റ് 12 to 18 months ആ ഒരു ടൈം ഫ്രെയിമും എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഈ കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ അക്ഷരങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അതായത് ഇനീഷ്യൽസ്, ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. ഓക്കെ, എ, ര, ഭ, ഡ, ഗ, ഖ, ഇ, യ, അ, ആ, ഴ, ന, വ, ങ, ഥ, ഐ. ഓ, എ. ഇത്രയും അക്ഷരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഭരണി, കാർത്തിക, രേവതി, അനിഴം, വിശാഖം, അവിട്ടം, ചതയം, മൂലം, പുണർദം, ഉത്രട്ടാതി, തിരുവോണം, ഉത്രാടം, മകം. നിങ്ങളുടെ നാള് ഇതിലുണ്ടാകാം. നിങ്ങൾ ജനിച്ച ദിവസം എന്ന് പറയുന്നത് ഞായർ, തിങ്കൾ, ബുധൻ, ശനി. ഇതിലേതെങ്കിലും ദിവസമായിരിക്കാം. ജനിച്ച തീയതി എന്ന് പറയുന്നത് 1, 3, 9, 11, 12, 23, 24, 25. ഇതിലേതെങ്കിലും ഒന്നാകാം. ഇനി നമുക്ക് ചിങ്ങമാസം കിട്ടിയിട്ടുണ്ട്. ചിങ്ങമാസം നമ്മൾ പറഞ്ഞ ടൈം ഫ്രെയിമിൽ വരുന്നതാണ്. അപ്പോൾ ചിങ്ങമാസം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമുക്ക് കുറച്ച് രാശികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിങ്ങം രാശി, ചിങ്ങമാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കന്നി രാശി, ധനുരാശി, കുംഭം രാശി. ഓക്കെ, അപ്പോൾ ഈ സോഡിയാക് സീസൺസ് എപ്പോഴാണ് വരുന്നത് നോക്കുക. അതിൽ ഈ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരുന്ന സോഡിയാക് സീസൺസ് ഉണ്ടെങ്കിൽ അതിനൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് സൺസെറ്റ് ടു നെക്സ്റ്റ് വീനസ് റെട്രോഗ്രേഡ് ആണ് പറഞ്ഞത്. അതായത് November 14th 2026 വരെയുള്ള ടൈം. ആൻഡ് ഫോർ സം നെക്സ്റ്റ് 12 to 18 months. അത് വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ നെക്സ്റ്റ് 12 to 18 months എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ ഓക്കെ അങ്ങനെയാവണമെന്ന് നിർബന്ധമില്ല എന്ന് വെച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു കാണിച്ചു തരാണ് ചെയ്തത്. അപ്പോൾ എനിക്കത് ഓക്കെ അത് കൺഫർമേഷൻ ആണ് എന്ന് എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ കരിയറിലുള്ള ലക്ഷ്യങ്ങൾ, ഹീലിംഗ്, ഇതിലൊക്കെ ഫോക്കസ് ചെയ്ത് സെൽഫ് ലവ് ഒക്കെ ചെയ്ത്
നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. ഈ വ്യക്തി ആ സമയത്ത് വരേണ്ട സമയത്ത് വളരെ എന്താ പറയുക നല്ല രീതിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഈസിലി എഫേർട്ട്ലെസ്ലി നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിന് വേണ്ടി കോൺഷ്യസ്ലി വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അലേർട്ട് ആവും. പിന്നെ ആ വ്യക്തി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അത് ഞങ്ങൾ ചിലപ്പോൾ അത് തെറ്റായ ഡിസിഷൻസ് എടുക്കാനും ഒക്കെ അത് കാരണമാവും. നമ്മൾ നമ്മുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. നമ്മൾ അതിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളോട് ഒരു കാര്യം സജഷൻ പോലെ പറയാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കമന്റ്സിൽ നോക്കുമ്പോൾ ഇങ്ങനെ ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ചില കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ തന്നെ എക്സ്പ്ലനേഷൻ ഒക്കെ തരാൻ പറ്റും. ചിലതൊക്കെ വളരെ പേഴ്സണൽ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അത് അവിടെ എഴുതിയിടാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഇമെയിൽ വഴി തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിലൂടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ചിന്തിക്കാതെ ആയിരിക്കാം നിങ്ങൾ എഴുതുന്നുണ്ടാവുക, പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.